ഹായ്. ഇന്നത്തെ ലഞ്ച് മെനു വഴുതനങ്ങ മെഴുക്ക് വരട്ടിയും ചോറും തൈരുമാണ്. ഒരു 6 വയസ്സുകാരന് അത് അത്ര ഇഷ്ടമാവണം എന്നില്ലല്ലോ. അതുകൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ സ്നാക്കായിട്ട് ഞാൻ കൊടുത്തു വിട്ടത് തണ്ണിമത്തനായിരുന്നു. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും ഇതിനും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് എഗ് സാൻഡ്വിച്ചായിരുന്നു. വളരെ എളുപ്പമുള്ളൊരു സാൻഡ്വിച്ചാണ് കേട്ടോ. ആദ്യം ബോയിൽഡ് എഗ് മാഷ് ചെയ്തിട്ട് മയോണൈസും പാലും പഞ്ചസാരയും ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ബ്രെഡിലോട്ട് സ്പ്രെഡ് ചെയ്യുക. ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്താൽ അതിന് ടേസ്റ്റ് കുറവാകും. ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. മസ്റ്റ് ട്രൈ ആണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ പറഞ്ഞ പോലെ ചോറും തൈരും വഴുതനങ്ങ ഉപ്പേരിയും ആണ് ലഞ്ച് മെനു. തണ്ണിമത്തനും സ്നാക്കായിട്ട് ഇന്ന് കൊടുത്തയച്ചു. ഇന്നത്തെ ഡിന്നർ ഞാൻ പുതിയൊരു റെസിപ്പി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചിക്കൻ പോട്ട് പൈ ആണ് ഉണ്ടാക്കിയത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ അണിയൻ പൗഡറും ഗാർലിക് പൗഡറും ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഉള്ളി, ക്യാരറ്റ്, സെലറി, ഗാർലിക്, പിന്നെ മഷ്റൂമും കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചിക്കൻ വേവിച്ചെടുക്കുക. അതേ പാനിലോട്ട് ബട്ടർ ഇട്ട് ഉള്ളി, ക്യാരറ്റ്, സെലറി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ടി വരുമ്പോൾ ഗാർലിക് ഇടുക. അത് കഴിഞ്ഞിട്ട് മഷ്റൂം ഇടുക. മഷ്റൂം വഴണ്ടി വരുമ്പോൾ കുറച്ച് മൈദയും പാലും ഒഴിച്ചിട്ട് റൂ ഉണ്ടാക്കുക. റൂ ഉണ്ടാക്കുമ്പോഴാണ് ഇങ്ങനെ കട്ടിയിൽ കുഴഞ്ഞു വരിക. അതിലോട്ട് കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചിക്കൻ ഇടുക, കോൺ ഇടുക. എന്നിട്ട് അവൻ സേഫ് ആയിട്ടുള്ളൊരു പാത്രത്തിലോട്ട് അത് ഒഴിച്ച് മേലെ പഫ് പേസ്ട്രിയാണ് വെക്കേണ്ടത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സമോസ ഷീറ്റ് വെച്ചു. എന്നിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തു. അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. എൻ്റെ 2 കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായി. നല്ല ഈ ബാംഗ്ലൂർ തണുപ്പത്ത് കഴിക്കാൻ പറ്റിയ ഡിഷായിരുന്നു. സക്സസ് ആയിരുന്നു. അപ്പോൾ നാളെ കാണാം.